ദേവി ഭാഗവതം ഭാഗം 53. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ദേവി ഭാഗവതം 1-ാം സ്കന്ധം 20-ാം അധ്യായം. 20-ാം അധ്യായം സബ്ജക്റ്റ് ശുഖനിർഗമം എന്നാണ്. ഇതോടുകൂടി ഈ അധ്യായത്തോടു കൂടിയിട്ട് 1-ാം സ്കന്ധം അവസാനിക്കും. അപ്പോൾ അതിൽ 33-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ 32-ാമത്തെ ശ്ലോകം ഒന്ന് സ്മരിച്ചിട്ട് 33-ലേക്ക് പോകാം. ഏവരെയും എന്ന് ബാഹുവീരത്താൽ അമ്മഹാരഥൻ കൊണ്ടുപോന്നാൽ മൂവരെയും ഹസ്തിനപുരിയിൽ ദ്രുതം. ഭീഷ്മപിതാമഹൻ ആ ഒന്നാമനായിട്ടുള്ള ചിത്രാംഗതൻ കാലശേഷമായി. അപ്പോൾ രണ്ടാമൻ വിചിത്രവീരനെ രാജാവായിട്ട് വാഴിച്ചു. അദ്ദേഹത്തിന് വിവാഹത്തിന് കാശിഭൂപൻ്റെ 3 പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ആ 33-ാമത്തെ ശ്ലോകം വേദാന്താണ് കേൾക്കുക. അമ്മയെപ്പോൽ പെങ്ങളെപ്പോൽ മകളെ പോലെ കന്യമാർ മൂവരെയും നിനച്ചത്രേ കൂട്ടിപ്പോന്നത് ഭീഷ്മരും. കാരണം ഭീഷ്മര് വലിയൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പം അദ്ദേഹം സ്ത്രീകളെ ഒക്കെ എങ്ങനെ കണക്കാക്കണത്? അമ്മയെപ്പോൽ, സഹോദരീനെ പോലെ, മകളെ പോലെ, അല്ലാണ്ട് വേറൊരു അർത്ഥത്തിലല്ല എന്നർത്ഥം. അമ്മയെപ്പോൽ പെങ്ങളെപ്പോൽ മകളെ പോലെ കന്യമാർ മൂവരെയും നിനച്ചത്രേ കൂട്ടിപ്പോന്നത് ഭീഷ്മരും. അർത്ഥത് ഗാംഗേയൻ സത്യവതിയെ അറിയിച്ചു, ശുഭം ദിനം ചോദിച്ചു ദൈവജ്ഞരായ വൈദിക ദ്വിജരോടുടൻ. അമ്മയെ അറിയിച്ചു. ഗാംഗേയൻ, ഗംഗയുടെ മകൻ എന്നർത്ഥം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അഷ്ടവസുക്കളുണ്ട്. അഷ്ടവസുക്കളിൽ ഒരു ശാപമുണ്ടായി. 7 ആളും ഭൂമിയിൽ ജന്മെടുക്കുക. ഒരാൾ ഒരു പുരുഷായുസ് മുഴുവൻ മനുഷ്യനായിട്ട് പറക്കണം, ജീവിക്കണം ഭൂമിയിൽ. അപ്പോൾ ആദ്യം ഉണ്ടായവരനൊക്കെ ഗംഗയിൽ എറിഞ്ഞു കൊന്നു. ഇയാളെ കൊല്ലാൻ പാടില്ല, കാരണം ഇയാൾക്ക് ജീവിക്കണം. അതാണ്. അതുകൊണ്ടാണ് സത്യവതിയെ അറിയിച്ചു, ശുഭം ദിനം ചോദിച്ച് ദൈവജ്ഞരായ വൈദിക ദ്വിജരോടുടൻ. അടുത്ത ശ്ലോകം. ധർമ്മിഷ്ഠനാം മനുജനെ കൊണ്ട് വേൾപ്പിക്കുവാനവൻ. ധർമ്മിഷ്ഠനാം, ആ വാക്കൊക്കെ വളരെയധികം ആലോചിക്കപ്പെടേണ്ടതാണ്. ധർമ്മിഷ്ഠനാം മനുജനെ കൊണ്ട് വേൾപ്പിക്കാനവൻ വിവാഹ സംഭാരമോരോന്നൊരുക്കി കൊണ്ടിരിക്കവേ. വിവാഹ സംഭാരം ആ 3 പേരിലും വെച്ച മൂത്തോളാം സുഭാംഗിയാൾ നീലക്കണ്ണാൾ ലജ്ജയൊത്ത് ഭീഷ്മരോട് ഓതി ഇങ്ങനെ. വളരെ ശ്രദ്ധിക്കണം. അപ്പോ ആ കാശി രാജാവിൻ്റെ മക്കളിൽ മൂത്തവൾ ഒരു ദിവസം ഭീഷ്മരെ വന്ദിച്ചും കൊണ്ട് സ്തുതിച്ചും കൊണ്ട് പറയാണ്, ആ 3 പേരിലും വെച്ച് മൂത്തോളാം സുഭാംഗിയാൾ നീലക്കണ്ണാൾ ലജ്ജയൊത്ത് ബഹുമാന പുരസ്സരം ഭീഷ്മരോടോതി ഇങ്ങനെ. ഗംഗാപുത്ര കുരുശ്രേഷ്ഠ ധർമ്മജ്ഞ കുലദീപമേ. ആ വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്യണം. ഗംഗാപുത്ര കുരുശ്രേഷ്ഠ, കൗരവന്മാരുടെ കേമനായിട്ടാണല്ലോ. ധർമ്മജ്ഞ കുലദീപമേ, സ്വയംവരത്തിൽ ഞാൻ ഉള്ളാൽ വരിച്ചേൻ സ്വാലഭൂപനെ. അങ്ങ് ഞങ്ങളെ 3 ആളെയും കൊണ്ടുവന്നു, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ആ സ്വയംവര മണ്ഡപത്തിൽ ഞാൻ ഉള്ളം കൊണ്ട് സ്വാലഭൂപനെ ഞാൻ മനസ്സുകൊണ്ട് ആരാധിച്ചു. ഇനി അങ്ങ് തീരുമാനിക്കുക,
ഞാൻ ചെയ്തത് ശരിയല്ലേ? അപ്പോൾ ഇനി ഞാൻ അങ്ങയുടെ അനിയനെ വിവാഹം ചെയ്യാൻ പാടും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഗംഗ, എനിക്കിത് എത്ര വായിച്ചാലും മതിയാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, അത്രയും ഗഹനമായിട്ടുള്ള വാക്കുകൾ. ഗംഗാപുത്ര ഗുരുശ്രേഷ്ഠ ധർമ്മജ്ഞ കുലദീപമേ സ്വയംവരത്തിൽ ഞാൻ ഉള്ളാൽ വരിച്ചേൻ സ്വാലപുത്രനെ ഭൂപനെ പ്രേമാകുലം മനസ്സാലെ വരിച്ചാൻ അവനെന്നെയും. അവിടെയാണ് പ്രേമാകുലം മനസ്സാലെ വരിച്ചാൻ അവനെന്നെയും അതിനാലിക്കുലത്തിനു ചേർന്ന മട്ടിക ചൊല്ലുക നീ. അതുകൊണ്ട് എല്ലാം അറിയുന്ന അങ്ങ് ഈ കുലത്തിന് ശ്രേഷ്ഠത ഉണ്ടാവുന്ന കൂട്ടത്തിൽ പെരുമാറുക. അങ്ങയുടെ അനിയനെ വേറൊരാളെ വിവാഹം കഴിക്കാൻ മനസ്സിൽ ഇടം പിടിച്ച ഒരുത്തീനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാണ്ടിരിക്കണം. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പ്രേമാകുലം മനസ്സാലെ വരിച്ചാനവൻ എന്നെയും അതിനാലി കുലത്തിനു ചേർന്ന മട്ടുക ചെയ്യുക നീ. മുമ്പേ വരിക്കപ്പെട്ടോൾ ഞാൻ, മുമ്പേ വരിക്കപ്പെട്ടോൾ ഞാൻ. ഞാൻ ആൾറെഡി എന്താ എൻഗേജ്ഡാണ്, അതാ പറയാൻ കാരണം. നീ ധർമ്മജ്ഞരിൽ ഉത്തമൻ. അപ്പോഴാണ് നീ ധർമ്മജ്ഞരിൽ ഉത്തമൻ, ബലവാനാണങ്ങ് ചെയ്യുക യഥേഷ്ടം ജാനവി സുത. ജാനവി, ജന്നവി എന്ന് പറഞ്ഞാൽ ഗംഗ എന്നർത്ഥം. ആ പേരെങ്ങനെ ഉണ്ടായി? ഈ മഹാഭാരതം വായിക്കുക കാരണം മനസ്സിലാക്കിയതാണ്. കഥ അറിയാം എല്ലാവർക്കും. ആകാശഗംഗയെ ഭൂമിയിൽ എത്തിക്കണം സകരന്മാരെ മോക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ അതീവ തപസ് ചെയ്ത് തൻ്റെ പൂർവികരെ സംരക്ഷിക്കാൻ വേണ്ടി ഗംഗയോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഗംഗ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എൻ്റെ പതനം ഭൂമിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് കേമനായിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരെ? സാക്ഷാൽ പരമശിവൻ. ആ പരമശിവൻ്റെ ജടയിലേക്ക് ഞാൻ വീഴാം. എന്നിട്ട് താൻ അങ്ങയുടെ തേരിൽ എനിക്ക് വഴികാട്ടുക, മുന്നിൽ നടക്കുക, ഞാൻ തൻ്റെ പിന്നാലെ വരാം. എനിക്ക് ആ രാജാവിൻ്റെ പേര് പെട്ടെന്ന് വരില്ല, അതെങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കണേ ഞാൻ. എന്തോട്ടെ. അപ്പോൾ ഈ ഗംഗ ഒഴുകി ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പോകണ്ടല്ലോ. അവിടെ ജന്നു പറഞ്ഞിട്ട് ഒരു പ്രതാപശാലി ഋഷി തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. ഇവളുടെ വരവ്, ആരുടെ വരവ്? ഗംഗ നദിയായി വരവ് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ പർണശാലേനൊക്കെ തട്ടിമുട്ടി കൊണ്ടുപോയി അദ്ദേഹം കുടിച്ചട് വെട്ടിച്ചു. ആരേനെ? ഗംഗേനെ. പരമശിവന്റെ തലയിൽ വീണ് ഭൂമിക്ക് ക്ഷതം പറ്റാതെ കണ്ടുള്ള അത്രയും വലിയ നദീനെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? കുടിച്ചു വെട്ടിച്ചു. അപ്പോൾ ആ രാജാവ് ഇദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു, നോക്കൂ, ഞാൻ വളരെയധികം തപസ്സനുഷ്ഠിച്ചിട്ടാണ് ഇങ്ങനെ ഇവളെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ഇവളെ പുറത്തേക്ക് വിടരുത്. അങ്ങനെ ചെവി കൂടെ വിട്ടു എന്നാ. അതാണ് ജന്നവി എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ മുമ്പേ അപ്പോൾ പറഞ്ഞു ജന്നവി സുത, അങ്ങനെയുള്ള ഗംഗയുടെ മകൻ എന്നാണ് അർത്ഥം. അപ്പോൾ സൂതര ഋഷീശ്വരന്മാരോട് പറഞ്ഞു, എന്ന ആ കന്യയുരച്ചപ്പോൾ അന്വേഷിച്ചു ഗുരുദഹൻ. അദ്ദേഹം അതിലേറവില്ലല്ല. ഇവിടെ പറഞ്ഞത് അങ്ങോട്ട് അപ്പടി ഇങ്ങോട്ട് ശരി അങ്ങനെയല്ല. അദ്ദേഹം അന്വേഷിച്ചു, ശരിയാണോ, ഇങ്ങനെയൊക്കെ ഒരു സംരംഭം ഉണ്ടായിട്ടുണ്ടോ? എന്ന കന്യയുരച്ചപ്പോൾ അന്വേഷിച്ചു ഗുരുദഹൻ അമ്മയോടും വൃദ്ധവിപ്രന്മാരോടും മന്ത്രിമാരോടും. അവർ തൻ മതമാരാഞ്ഞ് അവരുടെയൊക്കെ അഭിപ്രായം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നേ ഉള്ളൂ, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളും ഒരു കൂട്ടരേനെയും മതം എന്ന് പറഞ്ഞാൽ ഏമിക്കാൻ പാടില്ല. ഗീവ് ആമ്പിൾ എന്താണ് പറയുക, ടൈം ടു അഡ്ജസ്റ്റ്. ഒരു മതം, ഒരഭിപ്രായം വേറൊരു അഭിപ്രായത്തേക്കാൾ വലുതെന്നോ ചെറുതെന്നോ ഇല്ല. പറയുന്ന ആൾക്ക് അയാളുടെ മതം വലുത്, അഭിപ്രായം വലുത്.
അവ പരസ്പര പൂരകത്വം ബഹുമാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല കാര്യമായിട്ട് മാറും. അവർ തന്മതമാരാഞ്ഞ ഗംഗേയൻ ധർമ്മവിത്തമൻ. ധർമ്മവിത്തമൻ കന്യയോടോതി പോയാലും ഇഷ്ടം പോലെ വരാനനേ. പോയിക്കോളൂ, സ്വാലഭൂവൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം 42. ഭീഷ്മർ ചൊല്ലി അയച്ചപ്പോൾ സ്വാലഗേഹമണഞ്ഞുടൻ ചൊന്നാൾ താൻ വാഞ്ചിതം സ്വാലഭൂപനോട് അക്കുലീനയാൾ. ശ്രദ്ധിക്കണം വാക്കുകൾ. കുലീനയാൾ, കുലത്തിൽ പറഞ്ഞവള്, കുലമഹിമയുള്ളവള്. പക്ഷേ ഈ കുലമഹിമ എല്ലാവർക്കും മനസ്സിലാവില്ല. അവിടേക്കാണ്, അതാണ്, ഇതൊക്കെ മായയാണ്. ഭീഷ്മർ ചൊല്ലിയച്ചപ്പോൾ സ്വാലഗേഹമണഞ്ഞുടൻ ചൊന്നാൽ തൻ വാഞ്ചിതം സ്വാലഭൂപനോട് കുലീനയാൾ. അപ്പോൾ അടുത്ത ശ്ലോകം ഇൻവെർട്ടർ കോമയില്. നിന്നിൽ താൻ ശക്തയായെന്ന് കാൺകയാൽ, നിന്നിൽ താൻ ശക്തയായെന്ന് കാൺകയാൽ ഭീഷ്മർ നീതിമാൻ വിട്ടയച്ചിങ്ങു പോന്നേൻ ഞാൻ സ്വീകരിക്കുക ഭൂപതേ. എന്താ പറഞ്ഞത്? നിന്നിൽ താൻ ശക്ത, ഞാൻ നിന്നിൽ ആസക്തി ഉള്ളവനാണ് എന്ന് ഞാൻ പറഞ്ഞു ഭീഷ്മരോട്. അപ്പം അദ്ദേഹം എന്നോട് വിട്ടു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോന്നിട്ടുള്ളത്. നിന്നിൽ താൻ ശക്തയായെന്ന് കാൺകയാൽ ഭീഷ്മർ നീതിമാൻ വിട്ടയച്ചിങ്ങു പോന്നേൻ ഞാൻ സ്വീകരിക്കുക ഭൂപതേ. നിൻ ധർമ്മപത്നിയായി എന്നും വാഴ്വൻ ഞാൻ നൃപസത്തമാ. നിൻ ധർമ്മപത്നിയായി എന്നും വാഴ്വൻ ഞാൻ നൃപസത്തമാ. ഞാൻ അങ്ങയെപ്പോൾ അങ്ങൊന്നും എന്നെ മുമ്പ് ഓർത്തതില്ലയോ. വളരെ എന്താ പറയാ, വസ്തുതകൾ, വാസ്തവികമായിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. അതാണ് പറഞ്ഞത്. നിൻ ധർമ്മപത്നിയായി എന്നും വാഴ്വൻ ഞാൻ നൃപോത്തമാ. ഞാൻ അങ്ങയെപ്പോൾ അങ്ങൊന്നും എന്നെ മുമ്പോർത്തതില്ലയോ. അപ്പോൾ സ്വാലൻ അതിന് ഉത്തരം പറയാണ്. സംഗതി നെഗറ്റീവാട്ടോ, എനിക്കതറിയാം, അവളോട് പറഞ്ഞത് മാത്രം. ഞാൻ കാൺകെ താൻ ഭീഷ്മർ നിന്നെ തേരിലേറ്റി വരാനനെ അന്യൻ ഗ്രഹിക്കയാൽ സ്വീകരിക്കാൻ നിന്റെ കരത്തെ ഞാൻ. അല്പന സ്വാലൻ. അല്ലെങ്കിൽ വേദാന്തത്തിലെ ഒരു ആപ്തവാക്യമുണ്ട്, രത്നം അമേധ്യത്തിൽ വീണാലും എടുക്കാന്ന. അമേധ്യത്തിൻ്റെ ദുർഗന്ധമോ അമേധ്യത്തിൻ്റെ പോരായ്മയോ രത്നത്തിനെ ബാധിക്കില്ല. അപ്പം സ്ത്രീ രത്നം ഏത് പടുകുഴിയിലായാലും ഏത് ചെറ്റക്കുടിലായാലും സ്ത്രീ രത്നമാണെങ്കിൽ എടുക്കണം എന്നാണ്. അതാണ് രാജാവായതുകൊണ്ട് കാര്യമില്ല, രാജകീയ പ്രൗഢി വേണം. പ്രൗഢി മനസ്സിൻ്റെ അവസ്ഥയാണ് അല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോൾ ഞാൻ കാൺകെത്താൻ ഭീഷ്മർ നിന്നെ തേരിലേറ്റി വരാനനെ അന്യൻ ഗ്രഹിക്കയാൽ സ്വീകരിക്കാൻ എൻ്റെ കരത്തെ. എന്നാൽ സ്വാലൻ വേണ്ടത് എന്താ? വീരമൃത്യു അടിയാ വേണ്ടത്, യുദ്ധം ചെയ്തിട്ട്. ആരോട്? ഭീഷ്മരോട്. ഇത് ഞാൻ ആഗ്രഹിച്ച പെണ്ണാണ്, നീ കൊണ്ടുപോകുന്നത് ശരിയല്ല, മടക്കിത്തരൂ എന്ന് പറയാൻ. അപ്പം അതാണ് ഒക്കെ കുറ്റം കൊണ്ട് കൂടി തീർക്കുന്ന ആൾക്കാരെ. ഇത് വ്യാസര് വെറുതെ അല്ല ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതേ. കൈക്കൊള്ള ബുദ്ധിമാനനെ ബുദ്ധിമാനന്യൻ എച്ചിലാക്കിയ പെണ്ണിനെ ഞാൻ കൈക്കൊള്ളില്ല. അന്യൻ എച്ചിലാക്കിയ പെണ്ണിനെ. അപ്പം ഇദ്ദേഹം ഇപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ നമുക്കൊക്കെ അറിയാം, ആ സാധു സ്ത്രീ ഈ അന്യൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട ഭീഷ്മരെ എങ്ങനെയാണ് ഈ മൂവരേനെയും അമ്മയായിട്ടും പെങ്ങളായിട്ടും സഹോദരിയായിട്ടും കണ്ട ആളാണ്. അത് നമുക്കെല്ലാം അറിയുള്ളൂ, സാലന് അറിയില്ലല്ലോ. അപ്പം സാലൻ്റെ പോരായ്മ കൊണ്ടാണ് പറഞ്ഞത്. കൈക്കൊള്ള ബുദ്ധിമാൻ അന്യൻ എച്ചിലാക്കിയ പെണ്ണിനെ വേൾക്കാ ഞാൻ ഭീഷ്മർ കൈവിട്ട നിന്നെ
അമ്മയെ എന്ന പോൽ നിന്നെ അമ്മയെ എന്ന പോൽ. അല്ലേ? എത്ര ദുരുത്തരപരമായിട്ട് ഉത്തരവാദിത്വം ഇല്ലാതെ കൊണ്ടുള്ള പെരുമാറ്റം അതാണ്ടായത്. നിന്നെ അമ്മയെ എന്ന പോൽ ഏവം സന്ധ്യക്തയായി പൊട്ടിക്കരഞ്ഞും കൊണ്ട് തന്നെയാൾ വീണ്ടും ഭീഷ്മാന്തികം മണഞ്ഞേവം കണ്ണീരോടോതിരാൾ. അപ്പൊ ആ സാധു സ്ത്രീ എന്ത് ചെയ്തു? ഭീഷ്മരടുത്ത് മടങ്ങിപ്പോയി. ഏവം സന്ധ്യക്തയായി സ്തജിക്കപ്പെട്ടവളായി പൊട്ടിക്കരഞ്ഞും കൊണ്ട് തന്നിയാൽ വീണ്ടും ഭീഷ്മാന്തികമണഞ്ഞേവം കണ്ണീരോടേതിനാൽ കൈ കൊണ്ടില്ല അങ്ങ് കൈവിട്ടോരെന്നെ സ്വാലൻ. അങ്ങ് കൈവിട്ട എന്നെ സ്വാലൻ കൈക്കൊണ്ടില്ല. ഗ്രഹിക്കാൻ നീ മനസ്സിലാക്കൂ. ധർമ്മജ്ഞൻ നീ മരിപ്പൻ ഞാനല്ലെന്നാകിൽ മഹാമതേ. ഇനി എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ഞാൻ മരിക്കണം. അപ്പൊ ഭീഷ്മര് അതിനുത്തരം പറയണ്ട. അന്യനിൽ സക്തയാം നിന്നെ സ്വീകരിക്കുവതെങ്ങനെ? ഇനി എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ നിന്നെ സ്വീകരിക്കുക? എന്നാൽ ഇതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നീ മുണ്ടാട്ടുന്ന മതിയായിരുന്നു. അങ്ങനെയല്ല ചെയ്തത് അല്ലേ? അന്യനിൽ സക്തയാം നിന്നെ സ്വീകരിക്കുവതെങ്ങനെ? നിന്നച്ഛനെ സമീപിക്കാവരാരോഹേ നിരാകുലം. നീ എന്ത് ചെയ്യണം? അച്ഛനോട് പോയി പറ, അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഭീഷ്മറിയേവം മുരച്ചപ്പോൾ നടന്നാൾ കാട്ടിലേക്കവൾ തപസ് ചെയ്താൾ വിജനം പുണ്യസ്ഥലിയിൽ മാനിനി. അച്ഛനടുത്തേക്ക് പോയില്ല, കാട്ടിൽ ഏകാഗിയായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. മഹാമായ ആദിപരാശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്. അതാണ് മാനിനി. മാനമുള്ളവളെ നടത്താം. ഭീഷ്മരേവം മുരച്ചപ്പോൾ നടന്നാൾ കാട്ടിലേക്കവൾ തപസ്സു ചെയ്താൾ വിജനം പുണ്യസ്ഥലിയിൽ മാനിനി. ശേഷിച്ച രണ്ടുപേർ അംബാലിക. രണ്ടുപേർ ശേഷിച്ച രണ്ടുപേർ അംബാലിക അംബിക എന്നിവർ വിചിത്ര വീരനാൽ വേൽക്കപ്പെട്ട രൂപഗുണാഢ്യകൾ. രൂപം ഗുണം ആഢ്യതകൾ രണ്ടാൾക്കാർ. എന്താ? ആരൊക്കെയാണ്? അംബാലിക, അംബിക, ഇങ്ങനെ രണ്ടാൾക്കാർ. അവ മൂത്ത കുട്ടിയുടെ പേര് അംബ എന്നാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, പിന്നെ പറയും അല്ലെങ്കിൽ അണ്ടർസ്റ്റുഡ്. അംബാലിക, അംബിക എന്നാണ്. അംബിക. ഇതൊക്കെ വളരെ ഡിസ്ക്രീറ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ശേഷിച്ച രണ്ടുപേർ അംബാലിക അംബിക എന്നിവർ വിചിത്രവീരനാൽ വേൽക്കപ്പെട്ട രൂപഗുണാഢ്യകൾ. ഊക്കേറും മഞ്ഞ ആനൃപൻ പൂമച്ചിലും ഭൂവനിങ്കലും നാനാവിലാസങ്ങൾ പൂണ്ടൊരുമിച്ചാൻ പത്നിമാരുമായി. അദ്ദേഹം രണ്ടുപേരോടും കൂടി നല്ല നിലയിൽ ജീവിതം പങ്കുവെച്ചു. നിങ്ങൾ പോരുകയാണ്. ഊക്കേറും മന്ത്രിപൻ പൂമച്ചിലും പൂവനിയെങ്കിലും പൂന്തോട്ടത്തിൽ അതൊന്ന് ഒരു സാധാരണ നിലയിൽ ഒക്കെ നാനാവിലാസങ്ങൾ പൂണ്ടുരമിച്ചാൻ പത്നിമാരുമായി. 9 ആണ്ടേവമാനന്ദമയം കേളികളാർന്നവർ. 9 വർഷം. 9 ആണ്ട് ഏവം ആനന്ദമയം കേളികളാർന്നവനൊടുക്കം രാജയഷ്മാവ് പിടിപേട്ടു മരിച്ചുപോയി. രാജയഷ്മാവ് എന്ന് പറഞ്ഞാൽ TB എന്നർത്ഥം. ആ വാക്കിൽ തന്നെ ഒക്കെ കിട്ടും. ഏത്? 9 ആണ്ട് രണ്ടു കൂട്ടരോടും ഒരേപോലെ ശരീരം പങ്കിടുക എന്ന് പറയുമ്പോൾ ഇവിടൊക്കെയാണ് രാജനീതികളിൽ ഇതൊന്നും പറഞ്ഞില്ല. ഇനി അതുകൊണ്ട് അപ്പോൾ ഇല്ലേ അത് ഇപ്പം എങ്ങനെയാ ഇപ്പം പറയുക എന്ന് ചോദിച്ചാൽ പറയാണ്ടിരിക്കാനും വയ്യ. തിഥി പക്കം ഒക്കെ നോക്കിയിട്ടേ പണ്ട് ആൾക്കാർ ശഹശയനം ചെയ്യും ഭാര്യയുടെ ഒപ്പം. ശരീരം വീഴ്ചയുണ്ടാവില്ല എല്ലാ ദിവസവും, ചെയ്യാൻ പാടില്ല എന്നോ. ഇതിനൊക്കെ നീതിയുക്തമായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്, അത് പാലിച്ചില്ല അയാൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 9 ആണ്ടായപ്പോഴേക്കും
പഷ്മാവ്, രാജപഷ്മാവ്, രാജയഷ്മാവ് പിടിപെട്ടു മരിച്ചു പോയി. TB, ട്യൂബർകുലാസിസ്. മകൻ മരിക്കേ ദുഃഖാർത്തയായോരദാസപുത്രിയാൾ. മകൻ മരിക്കേ, ആരാ ദാസപുത്രി? വ്യാസന്റെ അമ്മ. മകൻ മരിക്കേ ദുഃഖാർത്തയായോരദാസപുത്രിയാൾ പ്രേതകർമ്മങ്ങൾ ചെയ്യിച്ചു മന്ത്രിമാരൊത്തു തക്ഷണം. ഏകാന്തത്തിൽ വിളിച്ചോതി ഭീഷ്മരോടവളാർത്തയായി. അല്ലേ? ഭീഷ്മരും ഭീഷ്മരാരാ? ഇവരുടെ സപത്നി പുത്രനാണ്. ഏകാന്തത്തിൽ വിളിച്ചോതി ഭീഷ്മരോടവളാർത്തയായി. മകനെ വാഴുക നിന്നച്ഛൻ തൻ്റെ രാജം മഹാമതേ. ശന്തനു മഹാരാജാവ്, ശന്തനുവിൻ്റെ പുത്രനാണല്ലോ അദ്ദേഹം. അമ്മ 2. ഭ്രാതൃപത്നിയെ നീ സ്വീകരിച്ചു രക്ഷിക്കുക കുലം. ഈ കുലത്തെ നീ സംരക്ഷിക്കണം. എങ്ങനെ? സഹോദരൻ്റെ പത്നിമാരിൽ പ്രജകളെ ഉണ്ടാക്കുക, കുട്ടികളെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ രാജ്യം അന്യം നിൽക്കും. അപ്പൊ മകനെ വാഴുക നിന്നച്ഛൻ തൻ്റെ രാജ്യം മഹാമതേ. ഭ്രാതൃപത്നിയെ നീ സ്വീകരിച്ചു രക്ഷിക്കുകിൽ കുലം രക്ഷിക്കുക ഈ കുലം. ഏവം കൂമ്പടയാതാട്ടെ യയാതി കുലമാത്മജ. ഈ യയാദിയുടെ കുലം അടയരുതെന്ന് പറഞ്ഞ അർത്ഥം ഇല്ലാതെ ഉണ്ടാവരുത്. വാക്കുകളൊക്കെ അല്ലേ? ഭ്രാതൃപത്നിയെ നീ സ്വീകരിച്ചു രക്ഷിക്കുക കുലം. ഏവം കൂമ്പടയാതാട്ടെ തയയാതി തൻ കുലാത്മജാം. അപ്പൊ ഭീഷ്മര് പറയണു, അച്ഛനു വേണ്ടി ഞാൻ ചെയ്ത സത്യം അമ്മ മറന്നിതോ. അച്ഛന് വേണ്ടി ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ടല്ലോ അമ്മേ, അത് അമ്മ മറന്നോ? രാജ്യം വാഴില്ല ഞാൻ എന്നും ചെയ്യാതാരപരിഗ്രഹം. അതായത് ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ എങ്ങനെയോ അങ്ങയെ കണ്ടുമുട്ടി, അങ്ങയോട് അനുരക്തനായി. ഞാൻ വന്നിട്ടല്ലേ നിങ്ങളുടെ വിവാഹം ചെയ്യിപ്പിച്ചത്. അന്ന് ഞാൻ അങ്ങയുടെ അച്ഛന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ? ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് കുട്ടികളുണ്ടാവില്ല, അതുകൊണ്ട് രാജ്യം നിങ്ങളുടെ മകൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഭീഷ്മമായ ശപഥം ചെയ്യക്കാരനാണ് എനിക്ക് ഭീഷ്മർ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. അത് അന്യതാകരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അമ്മ എന്നോട് വെറുപ്പ് തോന്നാത്ത രീതിയിൽ ബാക്കി വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് നോക്കണം. രാജ്യം വാഴില്ല ഞാൻ എന്നും ചെയ്യാതാരപരിഗ്രഹം എന്നും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സോദര ഋഷീശ്വരന്മാരോട് പറയണോ, ചിന്താർത്ഥയായി തീർന്നിതപ്പോൾ കുലം രക്ഷിപ്പതെങ്ങനെ. ഇവിടെയാണ് പണ്ടുള്ളവരും നമ്മളും കൂടിയുള്ള വ്യത്യാസം. പണ്ടുള്ളവരെ കുലമഹിമയാണ് നോക്കുക. കുലത്തിന് ഏനക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ഇന്ന് അങ്ങനെയല്ലേ? എന്തോ കുലം, എന്ത് തറവാട്, തന്നിഷ്ടം. അങ്ങനെയല്ല. പണ്ടുള്ളവര് ചിന്താർത്ഥയായി തീർന്നിതപ്പോൾ കുലം രക്ഷിപ്പതെങ്ങനെ. നാട് അരാജകമായി പോകും ആലസ്യം ഗുണമായി വരാ. ആലസ്യം ഗുണമായി വരാ. ഇതൊക്കെ ഗുണപാഠങ്ങളാണ്. അക്ഷരം പ്രതി അടിവര ഇട്ട് ശ്രോതാക്കളെ ബോധ്യന്മാരാക്കണം. ആര്? വക്താക്കള്. അല്ലാതെ കണ്ട് പുഷ്പാഞ്ജലി ചെയ്ത് പ്രസാദം കൊടുത്ത് ദക്ഷിണ വാങ്ങൽ മാത്രമല്ല. ഇതൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കുലം രക്ഷിപ്പതെങ്ങനെ. നാടരാജകമായി പോകും ആലസ്യം ഗുണമായി വരാ. ഗാംഗേയനോദിനാനപ്പോൾ കേതിച്ചിടായ ഭാമിനി. അപ്പോൾ അമ്മയുടെ ആ പാരവശ്യം, ചിറ്റമ്മയാണെങ്കിലും ആ പാരവശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത വിഷമായി. ഖേദിച്ചിടായ ഭാമിനി വിചിത്ര വീര്യക്ഷേത്രത്തിൽ ഉൽപാദിപ്പിക്ക പുത്രനെ.
വിചിത്ര വീര്യക്ഷേത്രത്തിൽ ഉൽപാദിപ്പിക്ക പുത്രനെ വധുവത്തൊരുമിക്ക കുലീനൊരു വിപ്രനെ വേദത്തിൽ വിധിയുണ്ടേവം വംശാർത്ഥം ദോഷമില്ലതിൽ. എന്താ പറഞ്ഞത് മനസ്സിലായോ? വിചിത്രവീര്യക്ഷേത്രത്തിൽ വിചിത്രവീര്യൻ്റെ 2 ഭാര്യമാരുണ്ടല്ലോ, അവരിൽ ഖേദിച്ചിടാകഭാമിനി വിചിത്ര വീര്യക്ഷേത്രത്തിൽ ഉൽപാദിപ്പിക്ക പുത്രനെ, ഒരു പുത്രൻ ഉണ്ടാക്കുക. എങ്ങനെ? വധുവത്തൊരുമിപ്പിക്ക കുലീനനൊരു വിപ്രനെ, ഒരു ബ്രാഹ്മണനെ സംബന്ധം ചെയ്യിപ്പിക്കുക. അതിന് വേദവിഹിതമാണെന്ന് പറയുന്ന അർത്ഥം, വേദത്തിൽ അതിൽ ശാസ്ത്രീയമായ ഉൾക്കാഴ്ചയുണ്ട്, വേദം വിധിച്ചിട്ടുണ്ട്. വിചിത്ര വീര്യക്ഷേത്രത്തിൽ ഉൽപാദിപ്പിക്ക പുത്രനെ വധുവത്തൊരുമിപ്പിക്ക കുലീനനൊരു വിപ്രനെ വേദത്തിൽ വിധിയുണ്ടേവം വംശാർത്ഥം ദോഷമില്ലതിൽ ഇതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഏവം പൗത്രനെ ഉണ്ടാക്കി നാടേൽപ്പിക്കൂ ശുചിസ്മിതേ. ഒരു പൗത്രൻ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി, മകൻ്റെ കുട്ടിയാണല്ലോ, ആവുമല്ലോ. അങ്ങനെ ഒരു കാര്യം. ഏവം പൗത്രനെ ഉണ്ടാക്കി നാടേൽപ്പിക്കൂ ശുചിസ്മിതേ, ഞാൻ നടത്തുകയും ചെയ്യാം അവൻ തന്നാജ്ഞ സർവത. അപ്പോഴാണ് ഭീഷ്മരുടെ ഉൾക്കാഴ്ച. ഞാൻ ഒപ്പം നിന്ന് നാട് ഭരിക്കാം. ഞാനല്ല ഭരിക്കുക, അയാൾക്ക് വേണ്ടി ഞാൻ നാട് ഭരിക്കാം. ആ വ്യക്തിയുടെ സിംഹാസനത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്ത് വന്നോളാം എന്നൊക്കെ പറഞ്ഞതേ. ഞാൻ നടത്തുകയും ചെയ്യാം അവൻ തന്നാജ്ഞ സർവത. വരാൻ പോകുന്ന പേരക്കുട്ടിക്ക് ഞാൻ ആജ്ഞാനുവർത്തിയായിട്ട് ഇരുന്നോളാം. പറയാൻ ഇത്രയും വലിയ ആളായിട്ടേ. അതാണ് രാജ്യദ്രോഹം, രാഷ്ട്രബോധം. ഇന്ന് രാഷ്ട്രബോധമുള്ള ആൾക്കാർ കമ്മിയാണ്. രാജ്യദ്രോഹം ചെയ്യണത് എന്തുകൊണ്ടാ? രാഷ്ട്രബോധം ഇല്ലാത്തതുകൊണ്ട്. എന്താ രാഷ്ട്രബോധം? അത് നീതിയുക്തമായിട്ടുള്ള അനലൈസിങ് കപ്പാസിറ്റി വേണം. ജനനി ജന്മഭൂമി, ജനിച്ച് വളരുന്ന നാടിന് അഹിതം ഉണ്ടാക്കില്ല എന്നുള്ളൊരു ധാരണയൊക്കെ വേണം. ഭീഷ്മവാക്യം കേട്ട് അവളും സ്മരിച്ചാൾ വ്യാസദേവനെ. വ്യാസൻ ബ്രാഹ്മണനാണല്ലോ. പരാശര മഹർഷിക്ക് തന്നിലുണ്ടായിട്ടുള്ള കുട്ടിയാണ്. അല്ലേ? അപ്പോൾ അത് അധികാരമുണ്ട് മകനോട് പറയാൻ. ഭീഷ്മവാക്യം കേട്ടവളും സ്മരിച്ചാൾ വ്യാസദേവനെ. കാനീനനാം സസുതനെ. കാനീനനാം ഏറ്റവും എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള മകനാണെന്നൊക്കെയാണ് പറഞ്ഞത്. കാനീനനാം സസുതനെ. ദ്വൈപായന മുനീന്ദ്രനെ. വേദവ്യാസനാണ് മനസ്സിൽ സ്മരിച്ചു. സ്മരിച്ച മാത്രയിൽ താൻ വന്നണഞ്ഞാനം മുനീശ്വരൻ. ഇതാണ് മാതൃപുത്രബന്ധം. അമ്മ മനസ്സിൽ വിചാരിച്ചാൽ മകൻ അറിയണം. ഞാൻ ബിസി എന്ന് പറയാൻ പാടില്ല. അപ്പൊ സ്മരിച്ച മാത്രയിൽ താൻ വന്നണഞ്ഞാൻ മുനീശ്വരൻ ജ്വലിക്കും ബ്രഹ്മതേജസ്വത്തെ അമ്മയെ കൈവണങ്ങിനാൻ. ഇവിടൊക്കെ മാതൃദേവോ ഭവ, മാതാവിനെ ദേവതയായിട്ട് കണക്കാക്കുന്നത് മക്കളുടെ ഉത്തരവാദിത്തം എന്നാണ്. അല്ലാണ്ട് ദാസപുത്രിയാണല്ലോ, എൻ്റെ അച്ഛൻ എന്തോ ചെയ്തു അല്ല ഒരു കുട്ടി ഉണ്ടായി അങ്ങനെയൊന്നുമല്ല. എനിക്ക് ജന്മം തന്നതാണ്. അതുകൊണ്ട് അമ്മേ വണക്കം, നമസ്കാരം. അമ്മയെ കൈവണങ്ങിനാൻ ഭീഷ്മർ പൂജിച്ചു മാനിച്ചു വേണ്ട പോൽ ദാസപുത്രിയും. രണ്ടുപേരും ആരെ? വേദവ്യാസരെ ഭീഷ്മ പിതാമഹൻ പൂജിച്ചു, അമ്മയും പൂജിച്ചു. കാരണം പരാശര മഹർഷിയുടെ മകനാണ്, വേദവ്യാസനാണ്. എൻ്റെ മകനാന്നുള്ളത് വേറെ കാര്യം. ഇതാണ് കഥാപാത്രങ്ങളെ മനസ്സിലാക്കുക. ആ കഥാപാത്രങ്ങള് പരസ്പര പൂരകങ്ങളായിട്ട് ഭേദമില്ലാതെ കണ്ട് സ്തുതിക്കുക, ഈശ്വരീയത വളർത്തുക. ഭീഷ്മർ പൂജിച്ചു മാനിച്ചു വേണ്ട പോൽ ദാസപുത്രിയും പുകയില്ലാത്ത തീ പോലെ ഉജ്ജ്വലിച്ചു മുനീന്ദ്രനും. എന്താ വാക്കുകളെ.
വിചിത്ര വീരക്ഷേത്രത്തിൽ ശുഭാങ്കനൊരു പുത്രനെ നിൻ വീരത്താൽ ജനിപ്പിക്കുക എന്നോദീ മുനിയോടവൾ. വിചിത്ര വീരക്ഷേത്രത്തിൽ, അതായത് വിചിത്ര വീരന്റെ ഭാര്യമാരിൽ നീ ഒരു പുത്രനെ ഉൽപ്പാദിപ്പിക്കണം എന്നാ പറഞ്ഞതേ. ജനിപ്പിക്കുന്നോദീ മുനിയോടവൾ. മാതാവുതൻ വജസ് ആപ്തവാക്യമായി നണ്ണി മാമുനി. അതാണ് അമ്മ എന്തു പറഞ്ഞു, അച്ഛൻ എന്തു പറഞ്ഞു അത് കേൾക്കണം. മാതാവു തൻ്റെ വജസ് ആപ്തവാക്യമായി നണ്ണി മാമുനി. ഓം എന്ന് ചൊന്നു ഋതുകാലത്തെ ഓർത്തവൻ. ഋതുകാലത്തെ ഓർത്തവൻ. ഓ എന്ന് പറഞ്ഞു ഓം എന്നാണത്. ഓം പ്രപഞ്ചവാക്യാണത്. ആ വാക്ക് ഓം എന്ന് ചൊന്നു. അങ്ങനെ ആവട്ടെ. ഓ തഥാസ്തു. ഋതുസ്നാനം കഴിഞ്ഞന്ന് മുനിയെ സംഗമിച്ചുടൻ പെറ്റാൾ മഹാശക്തൻ അന്തനൊരു പുത്രനെ അംബിക. അംബിക എന്താ പറ്റത്? ഒരു ജന്മാന്തനായി ജനിക്കുമ്പോൾ തന്നെ അന്ധനായിട്ട് പൗത്രനേക്കാൾ അല്ല, ഋതുസ്നാനം കഴിഞ്ഞന്ന് മുനിയെ സംഗമിച്ചുടൻ പെറ്റാൾ മഹാശക്തൻ അന്ധനൊരു പുത്രനെ അംബിക. ജന്മാന്ധനായി പൗത്രനെ കണ്ട് ആർത്തയാം ദാസപുത്രിയാൾ ചൊന്നാൾ അംബാലികയോട് ഉൽപ്പാദിപ്പിക്ക പുത്രനെ. അല്ലേ? അതായത് രാജാവാൻ അംഗപരിമിതികളില്ലാത്ത ആളാവണം എന്നൊരു വിധിയുണ്ട്, ഒരു നിബന്ധനയുണ്ട് വേദത്തിൽ. അപ്പോ ഋതുകാലമണഞ്ഞപ്പോൾ അംബാലികയും അവ്യതം വ്യാസസംഗം കൊണ്ട് ഗർഭം ധരിച്ചാളത. രാത്രിയിൽ പാണ്ഡുവായി തീർന്നൊരുവനും അനർഹനിധി കാൺകയാൽ വീണ്ടും തിടുക്കി വധുവേ വർഷാന്തത്തിൽ സുധാർത്ഥമായി. അപ്പോ അംബാലികയ്ക്ക് എന്താണ്ടായത്? പാണ്ഡു ഉള്ള ഒരാളെ കുട്ടി ഉണ്ടായത്. അതാണ് പാണ്ഡുവായി തീർന്നൊരവനും അനർഹനിധി. അനർഹനാണ് എന്തിന്? രാജാവാൻ. അനർഹനിധി കാൺകയാൽ വീണ്ടും തിടുക്കി വധുവേ വർഷാന്തത്തിൽ സുതാർത്ഥമായി. വിളിച്ചർത്തിച്ചു പിന്നെയും വ്യാസനാം ഋഷിയോടവൾ. കിടപ്പുമുറിയിൽ ചൊല്ലിവിട്ടാൾ വധുവേ രാത്രിയിൽ. കിടപ്പുമുറിയിൽ വധുവിനെ പറഞ്ഞയച്ചു. പോയില്ല വധു അങ്ങോതി വിട്ടാൾ ദാസിയെ അങ്ങവൾ. അത് അവിടെയാണ് ടിസ്റ്റ്. ഈ മഹാഭാരതം കഥയുടെ ടിസ്റ്റാണത്. എന്താ? ആദ്യം തനിക്കുണ്ടായത് കണ്ണുപൊട്ടൻ. അത് കഴിഞ്ഞിട്ട് മറ്റാളെ വിട്ടപ്പോൾ അത് പാണ്ഡു. അപ്പോൾ ആദ്യത്തെ ആളെന്നെ പിന്നെ മൂന്നാമത് പറഞ്ഞയച്ചു. അവൾ പോയില്ല. അവൾ എന്ത് ചെയ്തു? ദാസീനെ പറഞ്ഞയച്ചു. പോയില്ല വധുവങ്ങോതി വിട്ടാൽ ദാസി അങ്ങവൾ. ആ ദാസിയെങ്കലുണ്ടായി ധർമാംശം. വിദുരർ മഹാൻ. വിദുരർ മഹാൻ. ധർമാംശം യമധർമ്മരാജാവിൻ്റെ അവതാരമാണ്. ആരെ? വിദുരരെ. താരാശ്രാദിയാം മൂന്ന് വീരന്മാരെ പുത്രരെ ജനിപ്പിച്ചാൻ വ്യാസനേവം വംശസംരക്ഷണാർത്ഥമായി. വംശത്തെ സംരക്ഷിക്കാമെന്നല്ലാതെ കൊണ്ട് ശാരീരികമായിട്ടുള്ള സുഖമല്ല അനുഭവിച്ചത് എന്ന് ധ്വനി. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. താരാശ്രാദിയാം 3 വീരന്മാരായ പുത്രരെ ജനിപ്പിച്ചാൻ വ്യാസൻ ഏവം വംശസംരക്ഷണാർത്ഥമായി. ഏവം ശന്തനുവിൻ വംശചരിതം സർവം മോദിനേൻ. ഭ്രാതൃധർമ്മത്തെ അറിയും വ്യാസൻ രക്ഷിച്ചത് കുലം. ഭ്രാതൃധർമ്മം, സഹോദര സ്നേഹം കൊണ്ടുണ്ട്. ധർമ്മം വധ, ധർമ്മം ചര. എന്നാൽ ധർമ്മം നമ്മളെ രക്ഷിക്കുന്നതാണ്. ഓരോരുത്തരും എങ്ങനെ സഹോദരനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, സഹോദരൻ എങ്ങനെ കടമപ്പെട്ടിരിക്കണം, ഇതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പുരാണങ്ങൾ ഉദ്ഘോഷിക്കണം. ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതം വൃഥ. എന്താണ് പറയുക?
നിരർത്ഥകമായിട്ട് അർത്ഥമില്ലാതെ കണ്ടു. ഭഗവാനെ സദ്ബുദ്ധി എന്നും ഉണ്ടാവണേ. തന്നിൽ അർപ്പിച്ച എന്താ പറയുക സംസ്കാരം യാതൊരു കാരണവശാലും ഊനം തട്ടാതെ കൊണ്ട് കാത്തുരക്ഷിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ 2-ാം സ്കന്ധം 1-ാം അധ്യായം തുടങ്ങാം. എല്ലാവർക്കും ഭഗവാന്റെ ചരിതങ്ങൾ മനസ്സിലാക്കാൻ പ്രേരണ ഉണ്ടാവണേ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കാണാം. നമസ്കാരം.